AI ഡോക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റോബോട്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഒരു റോബോട്ട് ആയിരിക്കും എന്നല്ല. നോ, ഇറ്റ് വിൽ ബി ജസ്റ്റ് എ ലാപ്ടോപ്പ്. ഹു നോസ്? A lot of people use ChatGPT as their psychologist. Many of the time we need a consoling touch. ഇപ്പോൾ AI ഡോക്ടറിൻ്റെ കൂടെ ഒരു മനുഷ്യ ഡോക്ടറും കൂടെ വരും. കണ്ണിൽ നോക്കുന്നത് തന്നെ അതിൽ ഇതാണ്. അതുകൊണ്ടാണ് കണ്ണിൽ നോക്കിയിരുന്നുള്ള സിരോപ്പാട്ടൊക്കെ ഇറങ്ങുന്നത്. യെസ്, അപ്പോൾ അത് അത്യാവശ്യമാണത്. നമ്മുടെ തലച്ചോറ് കണ്ടുപിടിക്കുകയാണ് പുതിയ മാർഗ്ഗങ്ങൾ. ഫോർ സർവൈവലിലാണ്. അപ്പോൾ തലച്ചോറ് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ, ഹേ എവറിഥിങ് ഈസ് ഓക്കെ ബിക്കോസ് there is a being helping us. Oh, it's a very good feeling. It tells us that if nobody is helping you, your family, your friend, your spouse, there is somebody. It's a very comforting thought എന്നുള്ളതാണ്. മനുഷ്യ സ്പീഷീസിൻ്റെ സർവൈവലിന് വേണ്ടി ആണ് പ്രണയം. ആങ്കർ ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ എല്ലാം ഏറ്റുവാങ്ങുന്നത്. യെസ്, മറ്റു മൃഗങ്ങൾക്ക് ഇങ്ങനെ അത്ര ഡിപ്രഷൻ വളരെ അപൂർവമാണ്. ഒരു സിംഹത്തിന് എവിടെ ഡിപ്രഷൻ നമ്മൾ കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മൾ. സോ വി നീഡ് ഡിസയർ, വി നീഡ് ആങ്കർ ബിക്കോസ് വി ഹാവ് ടു. ശത്രുക്കളെ അകറ്റിട്ട് നമുക്ക് ആങ്കർ ആവശ്യമാണ്. ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുമ്പോഴും ഇഫ് ദർ ഇസ് എ വാർ, ആരാണ് മരിക്കുന്നത് അറിയാം? സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മറ്റുള്ളത്. അപ്പോൾ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? യുനോ, ഇപ്പം ലോകത്ത് ശരിക്കും നമ്മൾ അറിയേണ്ടതാണ്. യെസ്, പലയിടത്തും ഇപ്പം നടന്നുകൊണ്ട് നമുക്കറിയാം ഗാസയിലെ സിറ്റുവേഷനും ഒക്കെ. യെസ്, അത് അവിടെ അതെ, കുഞ്ഞുങ്ങൾ മരിക്കുക എന്നുള്ളത് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതാണ്. നമസ്കാരം. ഈ ശാസ്ത്രജ്ഞന്മാർ പൊതുവെ എന്തോ ഭീകര സ്വത്വങ്ങളാണെന്നുള്ളൊരു ഒരു ജഡ്ജ്മെൻ്റാണ് നമുക്ക് പൊതുവേ നമ്മുടെ നാട്ടിലത്തെ നോവലിസ്റ്റുകൾ, കവികൾ, കഥാകാരന്മാരൊക്കെ തന്നിട്ടുള്ളത്. അവർ നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഭൂമിയുടെ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇതൊക്കെ മനുഷ്യരിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നൊരു പ്രതീതി നമുക്ക് തരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ധാരണകളെയൊക്കെ പൊളിച്ചെഴുതിയ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഏഷ്യയിലെ ആദ്യത്തെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മാഡിസം ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഇന്നത്തെ സെഷനിൽ നമ്മുടെ കൂടെയുള്ളത് എതിരൻ കതിരവനാണ്. നമസ്കാരം സർ. താങ്ക് യു. വെൽക്കം. സാറിനെ ഒരു സെഷന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളാണ്. എന്തൊക്കെയോ സാറിനോട് ചോദിക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാറിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എതിരൻ കതിരവൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ഒരു പേരാണ്. അങ്ങനെ ഇതുവരെ വേറെ ആർക്കും കേട്ടിട്ടില്ലാത്ത പേര്. ഈ പേരിൻ്റെ പിന്നിലെ ഒരു സ്റ്റോറി ഉണ്ട്. അതെ, അത് വലിയൊരു, ഈ പേര് എടുത്തത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ പെട്ടെന്ന് മറന്നു പോകുകയല്ല എന്നുള്ളത്. കാരണം എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ എന്നായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഏത് സതീഷ് ചന്ദ്രൻ, 8 സതീഷ് ചന്ദ്രന്മാരുണ്ട്. അപ്പോൾ ഇതും ഞങ്ങൾ ബ്ലോഗ് ബ്ലോഗ് ഒരു കാലമുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയാമേ. ബ്ലോഗ് തുടങ്ങിയപ്പോൾ ആകസ്മികമായി ഞാൻ ബ്ലോഗിൽ പെട്ടാൽ, കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, തൃശ്ശൂർക്കാരൻ, സിബു ജോണിയാണ് ഈ വരമൊഴി ആവിഷ്കരിച്ച ഒരാളാണ്. അപ്പോൾ സിബു പറഞ്ഞതാണ് ബ്ലോഗിൽ എഴുതി തുടങ്ങുന്നത്. അപ്പം ബ്ലോഗിൽ അക്കാലത്ത് പച്ച പിടിച്ച് കത്തി നിന്നിരുന്ന വിശാല മനസ്കൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഒറിജിനൽ പേരുകളല്ല. അപ്പോൾ സിബു എന്നോട് പറഞ്ഞു, ഒറിജിനൽ പേരിൽ ഒരിക്കലും വരരുത്, ക്യൂട്ടായിട്ടുള്ള പേര്. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ തോന്നിയ പേരാണ്. കാരണം ഇത് ഞങ്ങളുടെ തായ് വഴിയിലുള്ള ഒരു പഴയ 12ാം നൂറ്റാണ്ടിലെ ഒരു നാടുവഴിയാണ്. പെരുന്ന അമ്പലത്തിലെ ചങ്ങനാശ്ശേരി പെരുന്ന അമ്പലത്തിലെ ശ്രീകോവിൽ ചുറ്റുമുള്ള ശാസനത്തിൽ 12ാം നൂറ്റാണ്ടിലെ ശാസനം, അതും മുക്കാലും തമിഴാണ് അക്കാലത്ത്. അപ്പോൾ നമുക്കൊക്കെ തമിഴ് പേരുകളാണ് ഉണ്ടായിരുന്നത്. 12ാം നൂറ്റാണ്ടിലൊക്കെ നമുക്ക് തമിഴ് പേരുകളുണ്ട്. അപ്പം അതിനകത്തുള്ള പേരാണിത്. അത് ഞങ്ങളുടെ തായ്വഴിയിലുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ തറവാടായ ഞാവക്കാട് എന്നതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതെ. പിന്നെ നാടുവാഴികൾ അവിടെയൊക്കെ നെല്ല് പാടങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ കൊച്ചിലെ അതുകൊണ്ടൊരു തമാശന് വിളിച്ചിരുന്ന പേരാണ്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പേര് വേണമെന്ന് സിബു ജോണി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് സിബുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിബു പറഞ്ഞു ഇത് തന്നെ മതി എന്നുള്ളതാണ്. അപ്പോഴും അതങ്ങ് ഏറ്റുപിടിച്ചത് അക്കാലത്ത് ബ്ലോഗ് തുടങ്ങിയത്. അപ്പം ബ്ലോഗിൽ ഏറ്റവും നല്ല ലേഖനങ്ങളെടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ബ്ലോഗന എന്നൊരു പങ്ക്തി തുടങ്ങി ആദ്യത്തെ എൻ്റെ ലേഖനമാണ് എടുക്കുന്നത്. വലിയ ഭാഗ്യമാണ്. അപ്പോഴ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു പേര് കഴിയുമ്പോൾ it gets stuck. And you don't want to change it. ആൾക്കാർ പറഞ്ഞു ഇനി മാറ്റിയ കാരണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എല്ലാവരും വായിച്ചു കഴിഞ്ഞു, ഈ പേര് സ്റ്റക്കായി. സോ
അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു ഇനി അതും സിബൂദിനെ ആദ്യമാണ് പറഞ്ഞത്, ഇനി ഇത് ഒരിക്കലും മാറ്റരുത്, കാരണം പീപ്പിൾ നോ ഇറ്റ് നാവ്, പിന്നെ പെട്ടെന്ന് മറക്കുകയില്ലാത്ത പേരാണ്. അങ്ങനെയാണ് ഈ പേര് സ്റ്റക്കായത്. പക്ഷേ അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. കാരണം ഇപ്പോഴും ഇത് ഓർത്തിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറിക് പേരായിരുന്നെങ്കിൽ, സതീഷ് ചന്ദ്രൻ ആയിരുന്നെങ്കിൽ എല്ലാവരും വായിക്കാലോ, ആളുകൾക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പൊ സാറിന്റെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ആ ബ്ലോഗാണ് etherenkathirevan.com. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കവികളും കഥാകാരന്മാരും സിനിമാക്കാരും തിരക്കഥാകൃത്തുക്കളും ഇവരൊക്കെ പ്രണയം എന്ന് പറയുന്ന വികാരത്തെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി ഒരുപാട് എഴുതുന്നുണ്ട്, ഒരു വലിയ കവിതകൾ എഴുതുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ നമുക്ക് എത്ര റൊമാൻറ്റിസൈസ് ചെയ്താലും നമുക്ക് എത്ര സംസാരിച്ചാലും തീരാത്തൊരു വികാരമാണ് പ്രണയം. ആ ഒരു സമയത്താണ് എതിരൻ കതിരവൻ പറയുന്നത് പ്രണയം എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് പ്രേമിക്കാൻ പറ്റുമോ? പ്രേമം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ? അല്ല, പ്രേമം നമ്മുടെ മനസ്സിൽ നിന്ന് താനെ ഉദിക്കുന്നതാണ് പ്രേമം. ഇപ്പം ഈ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ട്രിക്കാണെങ്കിലും എവല്യൂഷൻ നമ്മുടെ തലച്ചോറിൽ ഇത് കൊളുത്തി വിട്ടുകയാണ്, എന്നേക്കുമായി കൊളുത്തി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാറാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഇവിടെ എന്തെല്ലാം പറഞ്ഞ് എഴുതിയാലും അത് പ്രണയം മനുഷ്യന് മാത്രമല്ല, മറ്റു പല ജീവികളിലും ഇതുപോലെ മോണോഗാമസായിട്ട് ജീവിക്കുന്ന മറ്റു ജീവികൾ, പ്രയറി വോൾ എന്ന് പറഞ്ഞ് മുയലിനെ പോലെ ഇരിക്കുന്നവർ ഒരു വിണയെ കാണുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നവരുണ്ട്. അത് പ്രണയമാണോ അല്ലയോ എന്നറിയത്തില്ല, പക്ഷേ പ്രണയത്തിൻ്റെ ഹോർമോണുകൾ അവരിലുണ്ട്, അവരുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ ഇതൊരു ജീവികളുടെ ഉള്ളിലുള്ള പ്രതിഭാസമാണ്, അത് നമ്മൾ മാറാൻ പോകുന്നില്ല. അതിപ്പോൾ ഞാനോ ആരെങ്കിലും എത്ര എഴുതിയാലും ഇത് ട്രിക്കാണെന്ന് പറഞ്ഞാലും ഇറ്റ് കുഡ് ബി ദ ട്രിക്ക്, ബട്ട് ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ പ്രണയം, തീർച്ചയായിട്ടും പ്രണയം കാണും. അതുകൊണ്ടാണ് അഡോളസൻസ് കഴിഞ്ഞാണ് ഈ നമ്മുടെ ഹോർമോൺ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പമാണ് പ്രണയം വരാറ്. എന്നുവെച്ചാൽ 12-13 വയസ്സ് കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ തന്നെ അറിയാം അത് ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാറ്റ്സ് ഫൈൻ ദോ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ മനുഷ്യരെന്താണെന്ന് വെച്ചാൽ മനുഷ്യരതും റൊമാൻറ്റിസൈസ് ചെയ്തു. നമ്മൾ കവിതകൾ എഴുതി, പാട്ടുകൾ എഴുതി, നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു അതിനെക്കുറിച്ച്. അപ്പോൾ ആ പടം അത് മാറിപ്പോവുകയാണ്. പക്ഷെ പ്രണയം എന്ത് ട്രിക്കാണെങ്കിലും it's a nice feeling. So we all are going to it, we are going to keep it. Yes. അത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും അത്യാവശ്യമാണ്. ഈ പ്രണയം എന്താണെന്ന് വെച്ചാൽ അത് സർവൈവലിന് വേണ്ടിയാണ്. മനുഷ്യ സ്പീഷീസിൻ്റെ സർവൈവലിന് വേണ്ടി ആണ് പ്രണയം വെച്ചിരിക്കുന്നത്. കാരണം അത് സൊസൈറ്റിയെ ഒന്നിച്ച് നിർത്തുകയാണ്, സൊസൈറ്റിയെ സംഘടിതമാക്കി ഒരു ഗ്രൂപ്പായിട്ട് നിർത്തുകയാണ്. ഈവൻ ഹോമോസെക്ഷുവാലിറ്റി അങ്ങനെ എവല്യൂഷൻ്റെ ഭാഗമാകുന്ന വലിയ ചോദ്യമുണ്ടായിരുന്നു. കാരണം ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് ഫോർ റിപ്രൊഡക്ഷൻ, എവല്യൂഷൻ ഈസ് സപ്പോസ്ഡ് ടു പെർപെച്വേറ്റ് ദ സ്പീഷീസ് എന്നുള്ളതാണ്. സോ വൈ ഡു വി ഹാവ് എന്നുള്ള ഇതുവരെയാണ്, ഇപ്പോഴാണ് കഴിഞ്ഞ കൊല്ലമാണ് അതിൻ്റെ മറുപടി ഇത്. കാരണം ദാറ്റ് ഓൾസോ കീപ്സ് ദ സൊസൈറ്റി വെൽ നിറ്റ് ടുഗദർ. ഒരു സൊസൈറ്റിയിൽ ആൾക്കാരെ അടുപ്പിച്ച് നിർത്തുകയാണത്. അപ്പോൾ കളക്റ്റീവായിട്ടാണ് നമ്മളെപ്പോഴും സർവൈവ് ചെയ്യാറ്. സോ നമ്മുടെ കളക്റ്റീവ് സർവൈവലിന് ഹെൽപ്പ് ചെയ്യുകയാണെന്നുള്ളത്. അത് ബോർണോബോ മങ്കീസിലുണ്ട്, ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് ബോർണോബോ മങ്കീസ്. അവിടെ നിന്നൊക്കെയുള്ള റിസർച്ചിലാണ് ഇത് കണ്ടുപിടിച്ചത്. ബോർണോബോ മങ്കിയിലെ ഒരു ഗ്രൂപ്പ് ഹോമോസെക്ഷുവലാണ്, ബട്ട് ഇറ്റ് കീപ്സ് ദ സൊസൈറ്റി ടുഗദർ എന്നുള്ളതാണ്. അപ്പോൾ എവല്യൂഷനകത്തെ ഒരു ഭാഗമാണ് ആരെയെങ്കിലും പ്രണയിക്കുക എന്നുള്ളത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇസ് ഇറ്റ് മെയിൽ ഫീമെയിൽ ഫീമെയിൽ മെയിൽ, ഡസൻറ്റ് ഈവൻ മാറ്റർ. സോ വി ആർ ഗോയിങ് ടു ഇറ്റ്. ഹോമോസെക്ഷൽസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ വലിയ കോൺട്രഡിക്ഷൻ വരില്ലേ? കാരണം മേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുള്ള മാറി, മേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെന്നും. അതാണ് ഇക്കൊല്ലത്തെ സയൻസ് മാഗസീൻ, നേച്ചർ മാഗസീൻ വന്നാണിത്. മേറ്റ് ചെയ്യാനല്ല, പക്ഷേ പീപ്പിൾ ഗെറ്റ് കണക്റ്റഡ് and they are together. സർവൈവലിന് വേണ്ടിയിട്ടാണ്. So the society will survive. When there is a disaster, all will be working together. അങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്തത്. So some of them, those who so we need not do the meeting. Some of us will be doing the meeting anyway. So that's for the betterment of കളക്റ്റീവ് സർവൈവൽ. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു വിവരണം അല്ലെങ്കിൽ ഒരു അനാലിസിസ് നമുക്കില്ലായിരുന്നു എന്നുള്ളതാണ്.
Yes. ഈ ഇപ്പം പ്രണയം ഇങ്ങനെ ഒരു ട്രിക്കാണെന്ന് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. Yeah. അപ്പോൾ ബാക്കി ഇമോഷൻസ് ഒക്കെ എന്തിനുള്ള ട്രിക്സ് ആണ്? ഇപ്പം ദേഷ്യം വരുന്നത്, നമുക്ക് envy തോന്നുന്നത്, അയ്യോ നമുക്ക് ഇപ്പം ഒരു കാര്യത്തിനോട് ഭയങ്കര ഭ്രമം തോന്നുന്നത്, ഭ്രമം അഭിമാനം തോന്നുന്നതൊക്കെ, തോന്നുന്നത്. അതായത് എല്ലാത്തിനും എല്ലാം പിന്നെ ഈ ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം എന്നുള്ളതും നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നാളെ എന്തോ ഒരു നല്ല കാര്യം വരാൻ പോവുകയാണെന്നുള്ളത് നമ്മളെ ഒരു ദിവസം കൂടെ നമ്മളെ ജീവിപ്പിക്കുകയാണ്. അതെ. ആൻഡ് വി ആർ ഗോയിങ് ഗെറ്റ് സംതിങ് ടുമോറോ. അങ്ങനെ ഒരു പ്രതീക്ഷ അവിടെ കിടക്കുകയാണ്. സോ ദർ ഈസ് ഓൾവേസ് എ ഹോപ്പ് ദാറ്റ് യു ക്യാൻ സർവൈവ് എന്നുള്ളത് അത് മനുഷ്യരിൽ വളരെ പ്രകടമായിട്ടുള്ളതാണ്. ദാറ്റ്സ് വൈ വി ആർ നോട്ട് ഗോയിങ് ടു പെരിഷ്. ഹ്യൂമൻ ബീങ്സ്, നോ മാറ്റർ വാട്ട്, ഇറ്റ്സ് നോട്ട് ഈസി. എവല്യൂഷൻ ഒരുപാട് സ്പീഷീസ് എക്സ്റ്റെൻഡ് ആക്കിയതല്ല, ആയിപ്പോയിട്ടുണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു ബി ദയർ ബിക്കോസ് വി ഹാവ് ഹോപ്പ്. നമ്മൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് നമ്മൾ. സോ വി നീഡ് ഡിസയർ, വി നീഡ് ആങ്കർ, ബിക്കോസ് വി ഹാവ് ടു. ശത്രുക്കളെ അകറ്റിട്ട് നമുക്ക് ആങ്കർ ആവശ്യമാണ്. ആങ്കർ ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ എല്ലാം ഏറ്റുവാങ്ങുന്നത്, യെസ്, നമ്മളെല്ലാം ഏറ്റുവാങ്ങുന്നവരായി മാറിപ്പോകുന്നുള്ള. സോ വി നീഡ് ആങ്കർ. ഒക്കെ ബ്രെയിനിൽ അതൊക്കെ വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വി നീഡ് envy ബിക്കോസ് ദാറ്റ് വിൽ ക്രിയേറ്റ് കോമ്പറ്റീഷൻ. ആ മത്സരത്തിൽ, ഇറ്റ്സ് എ മത്സരം. നമ്മളെ ജീവിതം മുഴുവൻ, നമ്മുടെ എല്ലാ സ്പീഷീസിൻ്റെ മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ വി നീഡ് ഹാവ് envy. It could be bad. See, as of today, ഇന്നത്തെ കൾച്ചറിൽ some of the envies are like not supporting it anyway, because it could be for other things too. Yes. അപ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്സ് ആണ് നമ്മുടെ ബ്രെയിൻ മിക്കവാറും. തീർച്ചയായും. അതെ. അപ്പോൾ നമുക്കപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെതിരായിട്ടുള്ള, അതായത് ഈ സർവൈവലിനെതിരായിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് എന്തുകൊണ്ടായിരിക്കും? ട്രൂ. അത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിന് ഇപ്പോഴും എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിണമിച്ച. It's not a foolproof, it's not a final product, because in a long period of time നമ്മൾ എവോൾവ് ചെയ്ത് ഈയിടെയാണ്. ഇപ്പം സ്പീഷീസ്, ജന്തുകുലത്തിൻ്റെ ആകപ്പാടെ ഉള്ള പരിണാമം ഒരു 24 hour ആണെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ അതിൻ്റെ അവസാനത്തെ മണിക്കൂറിലുണ്ടായവരാണ് മനുഷ്യർ. In 24 hour, the last 1 hour മാത്രം ഉണ്ടായ പുതിയ സ്പീഷീസാണ് നമ്മൾ. 200 million കൊല്ലം അല്ലെങ്കിൽ 50-40 million ആണ് നമുക്ക് സംസ്കാരങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത്. നമ്മൾ വളരെ പുതുതാണ്, നമ്മുടെ ബ്രെയിൻ വളരെ പുതുതാണ്, അതിപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 50 കൊല്ലം മുമ്പ് വെക്ടർ കാൽക്കുലസ് എന്നൊരു പരിപാടി പോലും നമുക്കറിയത്തില്ലായിരുന്നു. മാത്തമാറ്റിക്സിലെ നമ്മുടെ ബ്രെയിന് തന്നെ അറിയത്തില്ല. ഒരു 100 കൊല്ലം മുമ്പ് കാൽക്കുലസ് അറിയാം. വെക്ടർ കാൽക്കുലസ് ഒരു ഹയർ മാത്തമാറ്റിക്സ് കാൽക്കുലസ് ഇല്ല. ഒരു 200 കൊല്ലം മുമ്പ് നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരെണ്ണം സോൾവ് ചെയ്യാനോ അങ്ങനെ ഒരെണ്ണം സങ്കല്പിച്ചെടുക്കാനുള്ള കഴിവിൽ ഈയിടെ പരിണമിച്ച് വന്നതാണ് മാത്തമാറ്റിക്സ് സ്കിൽ. അപ്പോൾ നമ്മുടെ ബ്രെയിന് ഇപ്പോഴും ഒരു ശൈശവദശ, അത് ഭീകരമായിട്ട് വേറെ ഒരു ഓർഗനും പരിണമിക്കാത്ത പോലെ അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഡിപ്രഷൻ പോലത്തതും ബൈപ്പോളർ ഡിസോർഡർ. അതൊക്കെ കാരണം ബ്രെയിനിൽ ഈ കെമിക്കൽസൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ സെറോട്ടോണിൻ, ഡോപ്പമിൻ, അതും ഇതൊക്കെ നമ്മുടെ പല പല ഫങ്ഷന് വേണ്ടിയുള്ളതാണ്. പക്ഷേ വി ആർ നോട്ട് സ്റ്റിൽ ദെയർ ടു കോമ്പൻസേറ്റ് ഓർ ബാലൻസ് ഇറ്റ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഫോർ മറ്റു മൃഗങ്ങൾക്ക് ഇങ്ങനെ അത്ര ഡിപ്രഷൻ വളരെ അപൂർവമാണ്. ഡിപ്രഷൻ എന്നുള്ള അവർക്കില്ല. ഒരു സിംഹത്തിന് എവിടെ ഡിപ്രഷൻ അവർക്കുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് നോർമലി ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ. ഒരു പാമ്പിന് ഡിപ്രഷനുണ്ടോ? ഉണ്ടോ? നമ്മളെ ബ്രെയിൻ അത് കൂടുതൽ. സോ വി ആർ ഇൻ എ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറ്. സോ ഈ കെമിക്കൽസൊക്കെ ഒന്ന് പരിപാകപ്പെടുത്തിയെടുത്ത് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രയത്നമാണിത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് those who are highly depressive may be eliminated because they may not get into a relationship very well. They may not, there's less chance for procreation. It's not even genetic, but there's some genetic element. Depression genetic element ഉണ്ട്. സ്ത്രീകൾക്കാണ് കൂടുതൽ വരാറ്. Yes, anyway, so maybe we are trying to eliminate
Some people whose brain is not working normally എന്നുള്ള we don't know yet. So it's part of it. So evolution ഇപ്പോഴും സംഭവിക്കുന്ന കുറേ അതിൽ ഒരു ഭാഗം സ്പീഷീസിൻ്റെ സഫറിങ് കൂടെ ബൈ എക്സ്ക്ലൂഷൻ എന്നുള്ളതാണ്. സോ വി ഡോണ്ട് നോ വെദർ വി ആർ ട്രൈങ് ടു എക്സ്ക്ലൂഡ് ദ ഇംപെർഫെക്റ്റ് ബ്രെയിൻസ്. ഇറ്റ് കുഡ് ബി അതും സർവൈവലിന്റെ ഭാഗം തന്നെ. അത് സർവൈവലിൻ്റെ ഭാഗമാണ്. യെസ് സർവൈവലാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വളരെ കൂടുതൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെ ആളുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു ഇതാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് ബ്രെയിനിലെ ചില രാസപ്രവർത്തനങ്ങളായിട്ട് മാത്രം ഇങ്ങനെ കണക്കാക്കാൻ പറ്റുമോ, അതോ നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്ന കാര്യമായിട്ട് വേറെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും അതിനെപ്പറ്റി? ഇല്ല, ഫീലിങ്സ് എല്ലാം നമ്മുടെ തലച്ചോറിലെ കെമിക്കൽസ് തന്നെയാണ്. ഈ ഫീലിംഗ് എന്നുള്ളതൊക്കെ നമ്മുടെ തലച്ചോറ്. അതുകൊണ്ടാണ് നമ്മളെ ബോധം കെടുത്തിയാൽ നമുക്ക് ഫീലിംഗ് ഇല്ലല്ലോ. Anesthesia under, if you are under anesthesia, we cannot feel it. It's all part of the brain. It's all part of the brain. Yes. ഇപ്പോഴും കൂടുതലായിട്ട് കാണുന്ന it could be the main reason പറയുന്ന ഒരു അർബൻ ലിവിംഗ് എന്നാണ്. അർബൻ ലിവിംഗ് വലിയ ചലഞ്ചാണ്. ഒരു നഗരവാസം അർബൻ ലിവിങ്ങിൻ്റെ ആണ്. ഇപ്പോൾ ഡയബറ്റീസ് ഒരു അർബൻ ലിവിങ്ങിൻ്റെ അല്ലാത്തവർക്കും വരുന്നുണ്ട്, എന്നും ഉണ്ട്. അർബൻ അല്ലാത്തവർക്കും വരുന്നുണ്ട്. എങ്കിലും ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അത് തീർച്ചയാണ് ലൈഫ് സ്റ്റൈൽ. അതുപോലെയാണ് ഡിപ്രഷന് ഒരുപാട് എലമെന്റ്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ തിങ്. ലൈഫ് സ്റ്റൈൽ ഇറ്റ്സ് നോട്ട് വാട്ട് യു ചൂസ്, ഇറ്റ്സ് എ പ്രഷർ. സൊസൈറ്റിയുടെ പ്രഷർ കാരണം ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിൽ ഇപ്പോഴും കാണുന്നത് അതും പെൺകുട്ടികളാണ് കൂടുതലും. യെസ്, പലപ്പോഴും I don't know why it is happening. Yes. Is it because of social media? Do you think? No, I don't think so. No, because social media active ഭയങ്കര competition. It is. ഈ കഴിഞ്ഞ 25 കൊല്ലത്തെ, അതിപ്പം ഒരു സയൻസ് മാഗസിൻ ഉണ്ടായിരുന്നു, ഇന്നലെ വന്ന ന്യൂസാണ്. ഈ കഴിഞ്ഞ 25 കൊല്ലത്തെ ഏറ്റവും മോശമായ കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് തകർന്നു പോയ കാര്യങ്ങൾ, ഒന്ന് ബിറ്റ് കോയിൻ, രണ്ടാമത് വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഡിപ്രഷൻ അതിന് മുമ്പേ ഉള്ളതാണ്. ഡിപ്രഷന് അതിന്റെ ഒരു തോത് ചിലപ്പോൾ ഉള്ളതാണ്. പക്ഷെ എന്തോ കാരണത്ത് ഇറ്റ് കുഡ് ബി അർബൻ ലൈഫ്, ഇറ്റ് കുഡ് ബി സ്ട്രെസ്, ഇറ്റ് കുഡ് ബി സോഷ്യൽ മീഡിയ, ഇറ്റ് കുഡ് ബി എവറിഥിങ് ടുഗദർ ഓർ സം ഓഫ് ദം ടുഗദർ. ബട്ട് ഇത് നമ്മൾ ഈ തരത്തിൽ കാണുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ചില പ്രശ്നങ്ങൾ മാത്രമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഫീലിംഗ് ആയിട്ട് ബന്ധപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഒത്തിരി പ്രൊഫസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒരു പ്രാധാന്യം ഇപ്പോൾ എവിടെയാണ് വരുന്നത്? സൈക്കോളജിസ്റ്റുകൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് നമ്മളോട് സംസാരിച്ച് ശരിയാക്കാൻ നോക്കുന്ന ആളുകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബ്രെയിന് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിനും സോഷ്യൽ ഇൻട്രാക്ഷനും ഒക്കെ വേണ്ടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ കളക്റ്റീവ് സർവൈവലായിരുന്നു നമ്മൾ നേരത്തെ മുതൽ. നിയാണ്ടർത്താൽ എന്നുള്ളൊരു ഗ്രൂപ്പ് ഇല്ലാതെ ആയതിൽ പോയി ഒരു കാരണം പറയുന്നത് they didn't have a well-knit collective society. They could not build it. They didn't have the brain വയറിങ് ഫോർ ദാറ്റ്. അങ്ങനെ ഒരു തിയറി ഉണ്ട്, കുഡ് ബി എ തിയറി. പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് സത്യം. യെസ്. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ്. അതിന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരാൻ, വി ഹാവ് ടു ബിലീവ് സംബഡി, another human being. If some other human being will come and tell you what to do, നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങളെല്ലാം മനുഷ്യരൂപങ്ങളിലാണല്ലോ. അതെ, എല്ലാവരും മനുഷ്യരൂപങ്ങളിലാണ് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട്. അതെ, അത് കൂടുതൽ മനുഷ്യരൂപമാണെങ്കിൽ കൂടുതൽ നമുക്ക് സന്തോഷമാണ്. അതെ, യെസ്. അത് എല്ലാ ദൈവങ്ങളും, പിന്നെ പ്രത്യേകിച്ചും ഇന്ത്യൻ ദൈവങ്ങൾ അല്ലാത്ത എല്ലാ ദൈവങ്ങളും എക്സെപ്റ്റ് ചില ദൈവങ്ങൾക്ക് മനുഷ്യരൂപമില്ലെങ്കിലും മിക്കവാറും ഒരു മനുഷ്യരൂപമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു അദൃശ്യ വ്യക്തി എന്നുള്ളതാണ്. സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് നമ്മുടെ മനുഷ്യന് പ്രവർത്തിയാണ്. യെസ്. അപ്പോൾ ഒരു അദൃശ്യമായ ഒരു ശക്തിയാണെങ്കിലും അത് മനുഷ്യർ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ കൂടിയാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു മനുഷ്യൻ്റെ, അതുകൊണ്ടാണ് ഇപ്പോഴും
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പം AI ഡോക്ടേഴ്സാണ് നമ്മളിനി കാണാൻ പോകുന്നത് അടുത്ത 20 കൊല്ലം മുമ്പ്. പക്ഷേ നമ്മളൊരു AI ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു ശരിക്കുള്ള ഡോക്ടറെ നമ്മൾ കാണേണ്ട അത്യാവശ്യമാണെന്നുള്ളതാണ്. അവർക്ക് നമ്മൾ ഹ്യൂമൻ ലെവലിൽ കാണാനും many of the time we need a consoling touch. ടച്ച് വലിയൊരു കാര്യമാണ്. സംബഡി ഹാസ് ടു കം ആൻഡ് ടച്ച്. നമ്മൾ തോളത്ത് തട്ടി എവരിതിങ് വിൽ ബി ഓക്കെ എന്ന് പറയാനൊരു മനുഷ്യൻ. അവിടെയാണ് നിർമ്മിത ബുദ്ധിയിൽ ഇപ്പോഴും AI ഡോക്ടറിൻ്റെ കൂടെ ഒരു മനുഷ്യ ഡോക്ടറും കൂടെ വരും. ഒരു നഴ്സോ അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെ ജോലി ചെയ്യുന്ന മനുഷ്യർ വരും. കാരണം വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ, അതർ പീപ്പിൾ എന്നാണ്. Yes, not with a laptop. Even it's not even AI doctor, or it's not a robot. നമ്മൾ എപ്പോഴും വിചാരിക്കും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഒരു റോബോട്ട് ആയിരിക്കും എന്നല്ല. No, it will be just a laptop. Who knows? It could be with a speaker and everything. ChatGPT, like a lot of people use ChatGPT as their psychologist. Sometimes ChatGPT can even come as a person. The first ChatGPT counselor was framed as a young Chinese woman. Okay. She was doing a beautiful job. It's an AI area. So മനുഷ്യനും തമ്മിലുള്ള സംസാരവും ഈ ടച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യൻ ടച്ച് ചെയ്യുന്നുള്ളത് തന്നെ, ടച്ച് ചെയ്യുമ്പോൾ തന്നെ ചില ഹോർമോൺ കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസിൻ്റെ ഈവൻ നോട്ടം, നമ്മൾ ഒരു മനുഷ്യൻ വേറെ കണ്ണിൽ നോക്കുന്നത് തന്നെ അതിൽ ഇതാണ്. അതുകൊണ്ടാണ് കണ്ണിൽ നോക്കിയിരുന്നുള്ള സിരോപ്പാട്ടൊക്കെ ഇറങ്ങുന്നത്. യെസ്, അപ്പോൾ അത് അത്യാവശ്യമാണത്. അത് വലിയൊരു മാജിക്കാണത്. ഇപ്പം നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഇൻട്രസ്റ്റെല്ലാർ മൂവിയിലൊക്കെ പറയുന്ന പോലെ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എന്നാണല്ലോ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ആ അദൃശ്യ ശക്തി എവിടെയെങ്കിലും ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? സാധ്യത കാണണമെന്നില്ല. കാരണം അത് നമ്മൾ ആയിരം സ്പീഷീസുകളിൽ ഒരെണ്ണം മാത്രമാണ്. അപ്പം നമ്മുടെ ഈ സ്പീഷീസിന് വേണ്ടി ഈ പ്രപഞ്ചം ഒരു ശക്തിയെ നിർമ്മിച്ചു വിടുക എന്നുള്ള ശുദ്ധ ഭോഷ്കായിരിക്കും. കാരണം വാട്ട് അബൌട്ട് നേരത്തെ പറഞ്ഞ ഒരു പാമ്പിനുണ്ടോ ഒരു അദൃശ്യ ശക്തി? പാമ്പിനെ സർവൈവ് ചെയ്യിപ്പിക്കാൻ ഒരു മുയലിനെ ഇതിനുള്ള അദൃശ്യ ശക്തി ഇല്ലാതെ നമ്മളതിൽ വെറും ഒരു സ്പീഷീസാണ്. അപ്പം നമ്മളെ മാത്രം we should not think that we are so special. No, we are just a species. But the positive thing is that ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറ് കണ്ടുപിടിക്കുകയാണ് പുതിയ മാർഗ്ഗങ്ങൾ ഫോർ സർവൈവലാണ്. അപ്പോൾ തലച്ചോറ് കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ, ഹേ എവറിഥിങ് ഈസ് ഓക്കെ ബിക്കോസ് there is a being helping us. Oh, it's very good feeling. It tells us that if nobody is helping you, your family, your friend, your spouse, there is somebody. It's a very comforting thought എന്നുള്ളതാണ്. തീർച്ചയായും it's undeniable. Yes. അപ്പോഴതും അതിനും ചോദ്യമില്ല. അതില്ല. No, if you feel good about it, you should go and do it. Nobody cares. True. ഇന്ത്യയിൽ സൂയിസൈഡ് റേറ്റ്സ് വളരെ കൂടി വരികയാണ്. ഇപ്പം 2024 റിപ്പോർട്ട് അനുസരിച്ച് 23% ആണ് കൂടിയത് സൂയിസൈഡ്സ്. അപ്പം നമ്മൾ സർവൈവലിനേക്കാൾ ലൈഫ് അവസാനിപ്പിക്കുന്നത് വളരെ ഈസി ആണെന്ന് നമുക്ക് തോന്നുകയാണ്. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിൽ എന്താ ശരിക്കും അവരുടെ മനസ്സിൽ എന്താണ് അത് ആ ഒരു തീരുമാനത്തിൽ കൊണ്ടെത്തിക്കാനായിട്ട് അവർ എന്ത് തരം രാസപ്രവർത്തനം? എവല്യൂഷൻ അതിന് കൃത്യമായിട്ടൊരു മറുപടി, നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന എവല്യൂഷണറി തിയറി നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി ഇതുവരെ തന്നിട്ടില്ല. അത് എന്തുകൊണ്ട് അതും മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒരു ജോലിയാണത്. വളരെ അപൂർവമായിട്ട് മറന്നുപോയി ഒരു പെൻഗ്വിൻ പോലെ ഒരു ജീവിയുണ്ട്. അവർ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി പോപ്പുലേഷൻ ഒരു ലെവലിൽ കൂടിയാൽ ഒരു കൂട്ടത്തോടെ പോയി കടച്ചാടി മരിക്കുന്ന ഒരു ജീവിയുണ്ട്. They will march towards the ocean or something. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, മനുഷ്യൻ മാത്രമേ ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യം. മനുഷ്യൻ അത് തന്നെ അവരുടെ പോപ്പുലേഷൻ്റെ നമ്പർ നിയന്ത്രിക്കാനാണെന്നാണ് അതിൻ്റെ തിയറി. പക്ഷേ ഇറ്റ്സ് നോട്ട് എൻ ഇമോഷണൽ തിങ്. ബട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബ്രെയിൻ സെറ്റ് വെച്ചിരിക്കുന്ന ഹോപ്പ് എന്നുള്ളത് നാളെ ഇന്നും മോശമാണെങ്കിലും നാളെ ഒരു സുന്ദര ദിവസമായിരിക്കും, ഈ സുന്ദര നിമിഷങ്ങൾ ഇനിയും വരും എന്നുള്ളത് ആ ഹോപ്പുണ്ട്. ആ ഹോപ്പുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് വയറിംഗ് ഉള്ളതാണ് നമ്മുടെ തലച്ചോറും കൂടെയാണ്. അപ്പോൾ അവിടെ ഈ സോഷ്യൽ പ്രഷേഴ്സ് വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ്
ടോട്ടലി ഡിസിപ്പേറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ. സോ ഇറ്റ്സ് സംതിങ്, ഇറ്റ്സ് നോർമലി ഇത് എവല്യൂഷൻ വിവരിക്കുന്ന ആൾക്കൊരു ചലഞ്ചാണ് ഇത്. അവോയ്ഡ് എ സ്പീഷീസ് ഷുഡ് നോട്ട് കിൽ by itself, never ever, because we are for survival. That's something which is going against മോഡേൺ തിയറി എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഡിസയർ, ഹോപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബിക്കോസ് ദ സോഷ്യൽ ലൈഫ്, ഈ സൂയിസൈഡ് വരുന്നൊക്കെ when we feel that we are not socially ഫിറ്റിംഗ്. സോഷ്യലി മീൻസ് അതിലെല്ലാം വരും നമ്മളെ സ്നേഹം, ഇഷ്ടം, സാമ്പത്തികത്തിൽ വരും ആത്മഹത്യ ഒരുപാട് പേരുണ്ട്. ഇത് ഓരോന്നും പലതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഒന്നിച്ചു വരുമ്പോൾ we feel that it's but we cannot go and tell them, hey evolution ഇത് പറയുന്നില്ല നമ്മൾ. no they had to do it. So that is something we don't know exactly what to do എന്നാണ്. we know it's a what ബ്രെയിനിൽ എന്താ വർക്ക് ചെയ്യുന്നുള്ള നമുക്കറിയാം. ബ്രെയിൻ ഹോർമോണിൻ്റെ വ്യത്യാസമുണ്ട്, ഡിപ്രഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഹോർമോൺ കുറയുക ഒക്കെയാണ്. ഈ ശുഭാപ്തി വിശ്വാസം എന്നുള്ള വലിയൊരു കാര്യമാണ്, അതും ബ്രെയിൻ ഹോർമോൺ വർക്കിംഗ് ആണ്. അതും ഇല്ലാതെ ആകുമ്പോൾ വഴി ദേ ഡു ദാറ്റ് എന്നുള്ള എക്സാക്ട്ലി നമുക്കിപ്പോഴൊരു മറുപടി ഇല്ല എന്നുള്ളതാണ്. സ്പീഷീസ് വർക്കിംഗ് അഗൻസ്റ്റ് ഇറ്റ്സ് വിൽ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏഷ്യാസ് ഫസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാം. സാർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സാർ മുന്നേ പറഞ്ഞു, അതായത് സാധാരണ എഴുത്തുകാർ കഥകളും കവിതകളൊക്കെ എഴുതുന്ന പോലെ അല്ല ഞാൻ എഴുതുന്നത് എന്ന് സാറിനെ കൂടുതൽ ലേഖനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ നമ്മളൊരു നല്ല നോവൽ വായിക്കുമ്പോൾ, ഒരു നല്ല കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സിനിമ കാണുന്ന പോലെ നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ചില ആൾക്കാർ പറയില്ലേ, ഞാൻ സിനിമ കാണുന്ന പോലെ വായിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ വിഷ്വൽസ് കാണുന്നു. ഈ സ്ക്രീൻ നമ്മുടെ തലയുടെ ഏത് ഭാഗത്തായിട്ട് വരും? അത് പിന്നെ അതിന് വാസ്തവത്തിൽ ഒരു ഭാഗം നിജപ്പെടുത്തിയില്ല. തലച്ചോറിൻ്റെ മിക്ക പ്രവർത്തനങ്ങളും നടക്കുന്നത് തലച്ചോറിൻ്റെ പല ഭാഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സമ്മതിച്ചുകൊണ്ടാണ് ഒരു ഇതുണ്ടാകുന്നത്. അപ്പോൾ വിഷ്വൽ കോർട്ടക്സ് എന്നൊക്കെ പറഞ്ഞൊരു തലച്ചോറ് ഇടയുണ്ട്. പക്ഷേ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യുന്നതും അതിന് വാസ്തവത്തിൽ നമ്മൾ ഒരു അൺകൺട്രോൾഡ് അല്ലെങ്കിൽ അപരിമേയമായ ഒരു നല്ല നമുക്ക് പരിചയമുള്ള വിഷ്വൽസ് നമ്മളെപ്പോഴും ചെയ്യുന്നത്, നമുക്ക് പരിചയമുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ളത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആ വിഷ്വൽസ് അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കഥകൾ ഇപ്പോൾ നടക്കുന്ന മലയാളത്തിലുള്ള കഥകളോ നോവലുകളോ വേറൊരു രാജ്യത്ത് നടക്കുന്ന ന്യൂയോർക്കിലോ ലണ്ടനിലോ നടക്കുന്ന കഥകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു പഴയ ബാക്ക് യൂറോപ്പിൽ നടക്കുന്ന ഒരുപാട് നോവൽ പ്രൈസ് കിട്ടിയതൊക്കെ പലതും യൂറോപ്പിൽ നടക്കുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ അറിവിൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെയായിരിക്കും ശരിക്കും അങ്ങനെ ആയിരിക്കണമല്ലോ. പക്ഷേ അത് നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. നേരത്തെ തലച്ചോറ് ഒരുപാട് ട്രിക്ക് ചെയ്യുന്ന ഒരു അറിയമാണ് തലച്ചോറ് ട്രിക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളെ അതിനകത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, തലച്ചോറ് നമ്മളോട് പറയാം, ഇറ്റ് സീംസ് യു ലൈക്ക് ഇറ്റ്, യു പ്ലീസ് കണ്ടിന്യൂ, I'm going to give you more kind of impetus to it. I'm going to open your visual imaginative centers in your brain, and so നമ്മൾ so that we will continue it. നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, because ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിക്കും യു വാണ്ട് ടു കണ്ടിന്യൂ ഇറ്റ്, യു ആർ എൻജോയിങ് ഇറ്റ് എന്നുള്ളത്. ഉടനെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്ക് നോക്കുകയാണ് ബ്രെയിൻ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് തിങ്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വിഷ്വൽ സെൻസ് വരണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ എഴുത്തിൻ്റെ മഹത്വമായിരിക്കും. ദാറ്റ്സ് വൈ അതാണ് റീഡബിലിറ്റി എന്ന് പറയുന്നത്. റീഡബിലിറ്റി ഇല്ലാതെ പോകുന്ന ചിലത്. കാരണം എഴുത്ത് വായിക്കുമ്പോഴോ ഇങ്ങനെ ഒരു ഉണക്ക എഴുത്താണ് എന്ന് നമുക്ക് തോന്നുന്നത്. ഇറ്റ് ഡസ് നമ്മുടെ ബ്രെയിനിനെ അത് ത്രസിപ്പിക്കുന്നില്ല. ഇറ്റ് ഡസൻറ്റ്. അവിടെ ഒരു ദസ് നോ ഫയർ ബീങ് ക്രിയേറ്റഡ്. അവിടെ ഒരു ചെറിയ ഒരു തീപ്പൊരി പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ, പക്ഷെ അത് എഴുത്തിൻ്റെ മഹത്വം കൂടിയാണ്. ഹൗ മച്ച് വി ക്യാൻ വിഷ്വലൈസ്, വി ക്യാൻ വിഷ്വലൈസ് anything, everything, whenever you need. Yes. I like when എൻ്റെ ഇളയുള്ള തീരെ കുഞ്ഞായിരുന്നപ്പോഴേക്കും പിസ്സ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ I am thinking about pizza. That's the simplest explanation. അപ്പോൾ ഞാൻ പിസ്സ വേണോ നിനക്ക്?
No, but I am thinking a lot about Thinking pizza. about pizza, That's okay. it. That's it. That's the primary thing. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി ആണ് ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഈ വിഷ്വലൈസേഷൻ എല്ലാവർക്കും പറ്റുന്നതല്ല. വിഷ്വലൈസേഷൻ ഒരുപാട് പറ്റുന്നവരാണ് ഈ കവിതകൾ എഴുതുന്നത്, അല്ല വിഷ്വലൈസേഷൻ അപാരമായി പറ്റുന്നവരാണ് ഈ കഥ നോവൽ എഴുതുന്നത്. ബിക്കോസ് അമേസിങ് ലൈക്ക് I cannot write a story like somebody else. അതൊരു അപാര കഴിവാണ്. പിന്നെ അത് എഴുതുമ്പോൾ അറിയണം ഇത് വായിക്കുന്നയാളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഒരു വിഷൻ, ഒരു സീൻ, ഒരു മൂവി സീൻ പോലെ ഒരു എപ്പിസോഡും വരിക എന്നുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആ വിഷ്വൽ സെൻസോടെ എഴുതുന്നത് കൊണ്ടാണ്. അത് ഒരു എഴുത്തുകാരൻ്റെ വിജയമാണ്. അതേപടി ഒരു നല്ല വായനക്കാരനായ അല്ലെങ്കിൽ വായനക്കാരിയുടെ വിജയം കൂടെയാണ്. ഇത് രണ്ടും കൂടി ഒക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു സിനിമ കാണുമ്പോഴും അത് തന്നെയാണ്. വെൻ വി ഫീൽ ദാറ്റ് വി ആർ സിങ്ക്രണൈസിങ് with the director, then only we feel that okay, it's a good movie എന്നൊക്കെ. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ഡയറക്ടർ if you are smart, I am also smart, ആ ഫീലിംഗ് വരുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം എഴുത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് എഴുത്ത് മാത്രമല്ല, എഴുത്ത് വായിക്കും മാത്രമല്ല, നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. ഈ സ്വപ്നം എന്നുള്ളത് നമ്മൾ മാത്രം മനുഷ്യരുടെ മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ വിഷ്വലൈസേഷൻ ആണ് നമ്മൾക്ക് ഈ സോ കോൾഡ് സംസ്കാരം അല്ലെങ്കിൽ സിവിലൈസേഷൻ നമുക്ക് തന്നത്. ബിക്കോസ് സിവിലൈസേഷൻ വന്നത് മുഴുവൻ നമ്മുടെ വിഷ്വലൈസേഷനെ കുറിച്ചാണ്. വിഷ്വലൈസേഷൻ കൊണ്ടാണ് സംസ്കാരം എന്നുള്ളത്. അത് എഴുത്താണെങ്കിലും എഴുതി സാങ്കല്പിക ലോകം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ചിത്രങ്ങളാകട്ടെ, പാട്ടാകട്ടെ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആകട്ടെ, വലിയ വലിയ ബിൽഡിങ് ഒക്കെ ഗ്രീക്ക് റോമൻ ഇതിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിതെന്നുള്ളത് നമ്മുടെ വിഷ്വലൈസേഷൻ. ദേ വിഷ്വലൈസ് ഇറ്റ്, എന്നിട്ട് അവർ വലിയ വലിയ കൊളീസിയങ്ങളും അതും ഇതും ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ എന്നുള്ളതാണ്. സോ സംസ്കാരം ഉണ്ടാകുന്ന മുഴുവൻ ഹ്യൂമൻ, അതുകൊണ്ടാണ് ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായി തന്നെ ആ ബ്രെയിനിൻ്റെ ഈ വിഷ്വലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ഇതാണ് നമ്മൾ ഈ ബുക്ക് വായിക്കാൻ കിട്ടുന്ന വിഷ്വലൈസേഷൻ. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ വേണം പറയാൻ. എഴുത്തുകാരന്റെ ഒരു കഴിവ് മാത്രമല്ല, വായിക്കുന്നവർക്ക് തീർച്ചയായും അത് വായനാശീലമുള്ളവർക്ക് അത് കൂടുതൽ ചെയ്യാൻ പറ്റും. വായനാശീലം ഇല്ലാത്ത ഒരാൾക്ക് അത് പറ്റുകയില്ല. അത് പറ്റുകയില്ല. അതാണ് നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ നമ്മളെ അത് എന്താണ് പുരാണങ്ങൾ പോലുള്ളതെന്ന് ഭയങ്കര വിഷ്വലൈസേഷൻ അതിൽ നിന്ന് വരികയാണ്. ഈ ചിത്രങ്ങളൊക്കെ പിന്നെ വന്നതാണ്. നമ്മുടെ തന്നെ ഇന്ത്യൻ പുരാണങ്ങൾ നോക്കുക, അതിൽ വിഷ്വൽ എഫക്റ്റ്, അതിലെ കഥകളിലെ വിഷ്വാലിറ്റി, ചിത്രങ്ങളില്ലാത്ത കാലത്ത് എഴുതപ്പെട്ടതാണത്. MT ദ്രൗപദീനെ കുറിച്ച് സോ അത് വിഷ്വലൈസേഷൻ വഴിയാണ്. പൊയറ്റിക് സെൻസ് ഉണ്ടെങ്കിൽ കൂടുതലും വരികയാണ്. സോ ഇത് ആ വിഷ്വലൈസേഷൻ നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്നത്. അത് തീർച്ചയായിട്ടും അതെ, ഇത് ജനിതകമാണ്. നമ്മുടെ മുഴുവൻ ജനിതകമാണ്. പക്ഷേ ബ്രെയിൻ വയറിംഗ് ഉണ്ട്. സോ യു മേ ബി പാർട്ട് ഓഫ് ഇറ്റ്, മേ ബി. ഞാൻ ഒരു പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം, പക്ഷെ ഈ കാഴ്ചയില്ലാത്തവർക്ക് അപ്പോൾ അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? അവരെന്താണെന്നുള്ളതാണ്. കാഴ്ചയില്ലാത്തവർ അവർ ശബ്ദം കേട്ടിട്ടുള്ളത് അവർ വിഷ്വൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ഹാവ് എ വിഷ്വൽ സെൻസ് ഓഫ് ദ വേൾഡ് അക്കോർഡിംഗ് ടു ദ സൗണ്ട്, ടച്ച് ആൻഡ് സ്വാദ്. ഇങ്ങനത്തെ ഉള്ള സെൻസുകൾ കൊണ്ട് അവരൊരു ലോകം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അറിയത്തില്ല അതിനെക്കുറിച്ച്. പിന്നെ അവരെന്താണ് അവരുടെ മനസ്സിലുള്ള ഇമേജ് നമുക്കത് അറിയാനും വഴിയില്ല. ഇപ്പോഴ് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ പറ്റിയേക്കും. കമ്പ്യൂട്ടർ ചിപ്സ് ഘടിപ്പിച്ചാൽ ചിലപ്പോൾ മേ ബി വി ക്യാൻ ഫിഗർ ഔട്ട് എന്താണ് അവരുടെ ചിലപ്പോൾ ആ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വല്ലതും ഇപ്പോൾ സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ അവർ ഈ മറ്റ് ടച്ച് പോലത്തെ അല്ലാത്ത എല്ലാ ഫീലിങ്ങുകളും പഞ്ചേന്ദ്രിയങ്ങളിൽ കാഴ്ച ഒഴിച്ച് ബാക്കി 4 എണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വെച്ചോളൂ. അതുകൊണ്ട് അവരുടെ ലോകം നിർമ്മിച്ചെടുക്കുകയാണ്. അവർക്ക് നമ്മളെ ചിലപ്പോൾ ടച്ച് കൊണ്ട് അവർക്ക് ആൾക്കാരെ തിരിച്ചറിയാം. ചിലപ്പോൾ അവരുടെ നമ്മുടെ ശബ്ദം കൊണ്ടും ടച്ച് കൊണ്ടും അവർ ചിലപ്പോൾ നമ്മുടെ സ്വരൂപം നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. സോ ഫോർ ദം ഇറ്റ് കുഡ് ബി ഓക്കെ.
they don't know what they are missing too. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നല്ലോ ഈ ലോകം, അവർക്ക് അറിയില്ല, കാരണം നിറം എന്നുള്ളത് മിസ് ചെയ്യുന്നല്ലോ എന്നൊക്കെയുള്ള. പക്ഷെ they may have an idea. എന്താ നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ അത് പോർട്രേ ചെയ്യുന്ന രീതി, അത് ഭയങ്കരമായിട്ട്. എതിരൻ കതിരവനെ ത്രസിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഇപ്പോഴുള്ള അതെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. തൊട്ട് ഉയരം ത്രസിപ്പിച്ച പട്ടുനൂൽ പുഴുവാണ് അതിനെക്കുറിച്ച് ഞാൻ എഴുതി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്നേരം എഴുതിയിരുന്നു. അതെ സാർ ഇങ്ങനെ നോവലും പരിപാടിയൊക്കെ വായിക്കുന്നത്? എല്ലാം വായിക്കാറുണ്ട്. ഞാൻ ഏറ്റവും ത്രസിപ്പിച്ച ബുക്ക് കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ അവതരിപ്പിച്ചിരുന്നു. പാപം എന്നുള്ളതിനെക്കുറിച്ച്. ഒരു ബ്രിട്ടീഷ് ഡോക്ടറാണ്, എഴുത്തുകാരനുമാണ്, ന്യൂറോ സയൻറ്റിസ്റ്റുമാണ്. അത് എഴുതിയ ആ ബുക്ക് ഒന്നാന്തരമാണ്. പാപം എന്നുള്ളത് പാപമല്ല എന്ന് 7 Deadly Sins എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. കാരണം അത് നമ്മോടൊപ്പം ഉള്ളതാണെന്നും അത് പാപം എന്നുള്ളത്, പാപം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ആങ്കർ, എൻവി, ദേഷ്യം എല്ലാം നമ്മൾക്ക് വേണ്ടി സർവൈവലിന് വേണ്ടി ഇതൊക്കെയാണ്. അതും എൻവി ബൈബിളിനനുസരിച്ച് എൻവി ഭയങ്കര പാപമാണ്. എൻവി പാപമാണ്. അപ്പം പറയുന്ന ഇതൊന്നും പാപമല്ല, ദിസ് ഈസ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വയറിംഗ് എന്നുള്ള അതിൻ്റെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് എഴുതിയ ബുക്കാണ്. പിന്നെ ഒരു പുസ്തകം ത്രസിപ്പിച്ചത്, അതൊരു മലയാളി എഴുതിയ പുസ്തകമല്ല, അത് മിക്കി ദേശായി എഴുതിയ നമ്മുടെ കേരള സ്കൾപ്ചേഴ്സിനെ, കേരള കെട്ടിടത്തിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച്. കേരള ആർക്കിടെക്ചറിനെ കുറിച്ച് ഏറ്റവും നല്ല ബുക്കാണ്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ കിട്ടില്ല ആർക്കിടെക്ട്സാണ് നമ്മൾ മലയാളികൾ എന്നുള്ളത്. ഇന്ത്യ മൊത്തം നോക്കിയാലും ആ ബുക്ക് പോയി വായിക്കണം. അതായത് ദേശായി ഗുജറാത്തുകാരനാണ്. I know, I'm looking at that book. He was here. I came to know him. He was here 2 years. He was here for Kerala. I didn't know who he was. Then I found the book. And he has a beautiful book. And ചില പ്രത്യേക കാര്യങ്ങൾ എന്താ എഴുതിയിരിക്കുക, മലയാളികളുടെ ഈ വെള്ളവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ പറയാമല്ലോ, ലോകത്തൊരിടത്തുമില്ല എന്ന്. എല്ലാ വീട്ടിലും ഒരു കുളം പണ്ട് കാലത്തുണ്ടായിരുന്നു. വി ഹാവ് ടു ജമ്പ് ഇൻ ടു വാട്ടർ. മലയാളികൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കിണർ പറ്റിയില്ലെങ്കിൽ ഉണ്ട് വെള്ളവുമായിട്ടുള്ള. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളം പലപ്പോഴും ചില കുളങ്ങൾ കെട്ടിടങ്ങൾക്ക് ഏകദേശം അടുത്താകും, ചില അകത്ത്, ചില എട്ടുകെട്ടിലൊക്കെ കുളം ഒരു വർഷത്തെ അകത്താകാനുമുണ്ട്. അതൊക്കെ അത് ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞ പോലെ മലയാളി വേറെടുത്ത് നിന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ എന്താണെന്നുള്ളത്. അതും മാത്രം ബുക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ബുക്കാന്ന് വെച്ചാൽ നമ്മളെ തന്നെ അറിയണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അറിയുന്ന ഒരു ബുക്കാണ്. അതെ അതെ. സാർ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് വന്നത് ക്രിയേറ്റിവിറ്റീനൊക്കെ കുറിച്ചാണല്ലോ. ഇപ്പോൾ സാറ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനൊരു പത്രത്തിൽ സാർ എഴുതിയത്, അതായത് AI ഒരിക്കലും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ചെയ്യില്ലെന്ന് സാർ എഴുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി ആളുകൾ, ഇപ്പം പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ, നമുക്കൊക്കെ ചെറുപ്പത്തിൽ കുറേ അസൈൻമെൻറ്റ്സ് ഒക്കെ തരുമല്ലോ. ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് എഴുതണം. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, അസൈൻമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് ഇങ്ങനെ നല്ല പൂക്കളൊക്കെ വരച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്രിയേറ്റിവിറ്റിയും യൂസ് ചെയ്ത് നല്ല ഭംഗിയാക്കി എഴുതും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ ചെയ്യുന്ന, എനിക്ക് 2 അനിയന്മാരുണ്ട്, ചെറിയ കുട്ടികൾ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് അവർ യൂസ് ചെയ്തിട്ടല്ല, പക്ഷെ എന്നാൽ അവർക്കൊരു ഇമാജിനേഷൻ കുറച്ച് കുറവാണെന്ന് എനിക്ക് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. കാരണം ദേ ആർ ഇൻ ടു സോഷ്യൽ മീഡിയ സ്ക്രോളിങ്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം AI യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറയുന്ന കാര്യം എങ്ങനെ? അത് സിറ്റുവേഷനിലാണ്, അത് സാന്ദർഭികമാണ്. കാരണം ഇപ്പം പലതിനും നമുക്ക് ChatGPT ആശ്രയിക്കാം, അല്ലെങ്കിൽ AI കൊണ്ട് ക്രിയേഷൻസ് നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇത്തവണ ഏറ്റവും പോപ്പുലറായത് ഓണക്കാലത്ത് ഇറങ്ങിയ ഒരു ചില വീഡിയോ ബിറ്റുകളാണ് പലരും ഉണ്ടാക്കിയത്. യേശു കേരളത്തിൽ വന്ന് മുണ്ടുമൊക്കെ എടുത്ത് ചായക്കടയിലൊക്കെ ഇരിക്കുന്നു, പാട്ട് പാടുന്നു, വെള്ളം തുഴയുന്നു. ഗംഭീരമാണത്. അപ്പം ഇത് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് there was no need for ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാകുകയല്ല, ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ചെയ്യണം ഈ രീതിയിൽ. കാരണം ഇത് ഭയങ്കര കിടലാണ്. ഇന്ന് ഞാൻ കണ്ടത്, പിന്നെ അയാൾ വളരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ മൈക്കിൾ ജാക്സനുമായിട്ടൊരു ഇൻ്റർവ്യൂ മലയാളത്തിൽ പറയുന്ന അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൈക്കിൾ ജാക്സനുമായിട്ടുള്ള സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ്
ക്രിയേറ്റിവിറ്റി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. വി ഗെറ്റ് ഇറ്റ് ഫ്രം ദെയർ, സോ വി ആർ നോട്ട് യൂസിങ് ദാറ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നുള്ളതാണ്. നോട്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദെയർ. വി ആർ ക്രിയേറ്റീവ്. അപ്പോൾ ഞാൻ പത്രത്തിൽ വന്ന കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി ഈസ് നീഡഡ് ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു സർവൈവ്, എസ്പെഷ്യലി ഇൻ എയുടെ കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റീവ് പീപ്പിൾ, വി നീഡ് മോർ ക്രിയേറ്റീവ് പീപ്പിൾ. അല്ല, നമുക്ക് നേരത്തെ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിനോ ബാങ്കിലോ ടെല്ലർ ക്ലർക്കോ സെക്യൂരിറ്റിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ വി നീഡ് ക്രിയേറ്റീവ് പീപ്പിൾ. അത് നല്ല കാര്യമാണ്. നമുക്ക് 97 മില്യൺ ജോബ് ഇല്ലാതെയായിട്ട് 157 മില്യൺ ജോബ് ആവശ്യമായി വരാൻ പോവുകയാണ് ഇനി എയുടെ കാലത്ത്. ദാറ്റ് 157 ഒരു മെജോറിറ്റി ക്രിയേറ്റീവ് ആൾക്കാരായിരിക്കും ഇൻ മെനി വേസ്. ഇൻ മെനി വേസ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിയേറ്റിവിറ്റി ഈസ് ഗോയിങ് ടു നോട്ട് ഓൺലി സർവൈവ്, ഇറ്റ്സ് ഗോയിങ് ടു ഡോമിനേറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് AI യേശു ചായക്കടയിൽ വന്നിരിക്കുന്നത് വിഷ്വലൈസ് ചെയ്ത് തരുന്നു, പക്ഷെ യേശു ചായക്കടയിൽ വരുന്നു എന്ന് ചിന്തിച്ചത് നമ്മളാണ്. ഇപ്പം നമ്മളിപ്പം ഏത് AI ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രോംപ്റ്റ്സ് കൊടുക്കണം. പ്രോംപ്റ്റ് കൊടുക്കണം. തീർച്ചയായിട്ടും പ്രോംപ്റ്റ് കൊടുത്തതനുസരിച്ചാണ് അത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അതിൻ്റെ പുറകിൽ. പക്ഷേ ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ഇറ്റ്. നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മളിപ്പോൾ ഒരാൾ വരച്ചുണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ വേറെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് യേശു ഇൻ എ മലയാളി സിറ്റുവേഷൻ. ഇറ്റ് ടേക്സ് ഡേയ്സ് ടുഗദർ. പക്ഷേ AI ഒന്ന് നാന്തരമായിട്ട് നിർമ്മിച്ചെടുക്കുന്നു. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ സംടൈം ടു. ആർട്ടിസ്റ്റുകൾക്കിടയിലെ വലിയൊരു പരാതിയാണിത്. അതായത് അവർ ഒരുപാട് ദിവസങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന ഒരു സാധനം. That's true. But if AI is doing it better, it's going to be there. But still, എയ്ക്ക് എപ്പോഴും ഒരു പുതുക്കൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോഴും 10 കൊല്ലം വേറെ ക്രിയേറ്റിവിറ്റി വന്നിട്ടില്ലെങ്കിൽ അത് സ്റ്റാഗ്നേറ്റ് ചെയ്യും എന്നുള്ള സത്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് ഇമോഷൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ AI സ്വന്തമായിട്ടൊരു ഇമോഷൻ ഇല്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഉണ്ട്. ഹ്യൂമൻസ് ആർ ഓൾവേസ് അവർക്കൊരു ഇമോഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് AI തെറാപ്പിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയും. AI വളരെ എംപത്തറ്റിക് ആയിട്ട്, നമ്മൾ ഏത് സിറ്റുവേഷൻ കൊടുത്താലും AI വളരെ എംപത്തറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത് തിരിച്ച് ഇതിനെന്തെങ്കിലും ഒരു അപകടം ഉണ്ടോ, ഇതിൻ്റെ പിന്നിൽ അപകടം അങ്ങനെയൊന്നും ഉണ്ടോ? അതായത് നമ്മളൊരു യഥാർത്ഥ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാതെ AI സംസാരിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിൽ അപകടം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അൺലെസ് ആ പ്രോഗ്രാം, ഇതൊക്കെ ഓരോരോ പ്രോഗ്രാമുകളാണല്ലോ. ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയെങ്കിൽ മാത്രമേ ഒരു അപകടം. അല്ലെങ്കിൽ it does not take its own decisions anyway. അപ്പോൾ ഇത് ഒരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും അതിന് ദേഷ്യം വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം അതിൻ്റെ പ്രോംപ്റ്റിൽ അത് വന്നിട്ടില്ലാത്തതുകൊണ്ട്. സോ ഇറ്റ് മേ നോട്ട് മിസ്ബിഹേവ് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്വസ്റ്റ്യൻ, is it doing its job really well എന്നുള്ളതാണ്. ബിക്കോസ് ഒരു ചില പ്രോംപ്റ്റുകളും അതിന് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന ഐഡിയ വെച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഹ്യൂമൻ ഒരു റിയൽ യങ് ന്യൂ സൈക്യാട്രിസ്റ്റ് മേ ഹാവ് even a better a different idea too. That may not be there. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ മനുഷ്യരെപ്പോഴും ആവശ്യമാണ്. എന്നിട്ട് അവർ പോയി അടുത്ത AI ഉണ്ടാക്കട്ടെ. ലെറ്റ് ദം ഫീൽ ഇറ്റ് ഗോ സംവെയർ. ഇപ്പോഴും ഇതെല്ലാം റെക്കോർഡ് ചെയ്യാണ്. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു എ കമ്പ്യൂട്ടർ, ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു മെമ്മറി ഓർ സംതിങ്, ഇഫ് യു ആർ ഗോയിങ് ടു സേവ് ഇറ്റ്, AI വിൽ ഫൈൻഡ് ഇറ്റ് സംഹൗ. അതിന് സ്വയം പുതുക്കലിനത് ഏതായാലും. പക്ഷേ എപ്പോഴും വിചാരിക്കേണ്ട നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ പുറകിലാണ് AI ഇരിക്കുന്നത്. അത് നമുക്കൊരു ഒരു 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 നമ്മളെ ഭ്രമിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് മുൻപിലാണ്, അല്ല നമ്മുടെ പുറകിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ്. അതെ, പക്ഷേ അത് വളരെ സമർത്ഥമായിട്ട് അത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അത് നന്നാകുന്നത്. പക്ഷെ ഒരിക്കലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മിസ്ബിഹേവ്. യു ക്യാൻ സംബഡി ക്യാൻ ഡു ദാറ്റ്. ബിക്കോസ് എപ്പോഴും ഇത് നമ്മളെപ്പോഴും കള്ളന്മാരേറ്റവും കൂടുതൽ നമ്മളെ കാര്യം. ഇതിനകത്ത് ഒരുപാട് പേര് ചെയ്യുന്ന അറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ വൈറസ് കടത്തി വിടുന്നൊക്കെ. യു ക്യാൻ somebody can do it. Somebody can, it's all over the world. Somebody can induce a so-called virus into the system, and it can വഴിതെറ്റിക്കാം അത്.
ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സാറിനോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സാർ, യു ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ദാറ്റ് യു ആസ്ക് യു ഓൾസോ ടോൾഡ് മീ ദാറ്റ് ചെറുപ്പം മുതലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എന്താണ് ഒരു യൂണിവേഴ്സൽ സാറിന് എപ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ് ദാറ്റ് കീപ്സ് യു ഗോയിങ്? വാട്ട് ഇസ് ഇറ്റ്? അങ്ങനെ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ. പല ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ. No, but what's as of today, what's going to happen in the political situation in the world? What's going to happen to humanity? Or a lot of we are going to survive anyway. പക്ഷേ ഇപ്പം നേഷൻസ് ഒക്കെ കോൺഫ്ലിക്ട്സ് വളരെ കൂടുതലിരിക്കുകയാണ്. ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുമ്പോൾ ഇഫ് ദർ ഇസ് എ വാർ, ആരാണ് മരിക്കുന്നത് അറിയാം? സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? ഇപ്പം ലോകത്ത് ശരിക്കും നമ്മൾ അറിയേണ്ടതാണ്. യെസ്, പലയിടത്തും ഇപ്പം നടന്നുകൊണ്ട് നമുക്കറിയാം ഗാസയിലെ സിറ്റുവേഷനും ഒക്കെ. യെസ്, അത് അവിടെ അതെ, കുഞ്ഞുങ്ങൾ മരിക്കുക എന്നുള്ളത് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതാണ്. ഇത്രമാത്രം ഞാൻ ഈ നമ്മുടെ ബ്രെയിനെ ഞാൻ പ്രകൃതിച്ച് വല്ലതും പറഞ്ഞു. ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളതാണ്. ഐ കനോട്ട് ബിലീവ് ദാറ്റ്സ് ഇറ്റ്സ് റിയലി സാഡ് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ they haven't even lived their life. They don't know what is going on എന്നുള്ളത്. കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനിയും ഉണ്ടാകുന്നത്. ഇപ്പോൾ വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞതാണ്. സ്റ്റിൽ സം ഓഫ് ദ കൺട്രീസ് ആർ ഗോയിങ്. അതും വലിയൊരു പ്രശ്നമാണ്. അതും നടക്കാതിരിക്കണം എന്നുള്ളത് ഒരു പ്രാർത്ഥനയുള്ളൂ. ഇറ്റ്സ് റിയലി ബോദറിങ്. കുഞ്ഞുങ്ങളുടെ തലയിൽ ബോംബ് വന്ന് വീഴുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതിൽ കാര്യം. That's a sad thing. അത് നമ്മൾ നേരത്തെ പോലെ ഹ്യൂമൻ സ്പീഷീസ് മാത്രമേ സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്നുള്ളൂ. No other species will do that. എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിൽ. നമ്മൾ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചു, AI കുറിച്ച് സംസാരിച്ചു, ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ സാറിൻ്റെ ക്വസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്, പക്ഷേ അടുത്തൊരു സന്ദർഭത്തിൽ. Okay, we'll do next time. Okay. All right. Thank you. Thank you.